കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് NCP രണ്ടായി പിളർന്നത്. മുതിർന്ന നേതാവ് AK ശശീന്ദ്രനും തോമസ് കെ തോമസും ചേർന്ന് NCP എന്ന പുതിയ പ്രസ്ഥാനത്തിന് രൂപം നൽകിയതോടെ NCPയുടെ കേരളത്തിലെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം തുറന്നിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചുകൊണ്ട് NCP പിളർന്നതിലേക്ക് നയിച്ച സാഹചര്യം പെട്ടെന്നുണ്ടായ ഒരു പൊട്ടിത്തെറിയായിരുന്നില്ല. മറിച്ച് ദീർഘകാലമായി സംസ്ഥാന ഘടകവും ദേശീയ നേതൃത്വവും തമ്മിൽ നിലനിന്നിരുന്ന കടുത്ത ഭിന്നതകളുടെയും അഭിപ്രായ വ്യത്യാസങ്ങളുടെയും സ്വാഭാവികമായ പര്യവസാനമായിരുന്നു. ഈ പിളർപ്പ് ആക്കം കൂട്ടിയ പ്രധാന ഘടകങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ദേശീയ നേതൃത്വം സ്വീകരിച്ച നിലപാടുകളാണ്. പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിലെ ബാരമതി ഉപതിരഞ്ഞെടുപ്പിലടക്കം ദേശീയ നേതൃത്വം NDAയുമായി പുലർത്തുന്ന അവിശുദ്ധ ബന്ധം തങ്ങൾക്ക് ഒട്ടും സ്വീകാര്യമല്ലെന്ന് AK ശശീന്ദ്രൻ പക്ഷം ശക്തമായി വ്യക്തമാക്കുകയുണ്ടായി. ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ മതേതര പ്രതിച്ഛായ ഈ ബന്ധങ്ങളിലൂടെ തകർന്നുപോയെന്ന ശക്തമായ വികാരം കേരളത്തിലെ നേതാക്കൾക്കിടയിൽ അടിയുറച്ചു കഴിഞ്ഞിരുന്നു. ഇതിനു പുറമെ കേരളത്തിലെ പാർട്ടി കാര്യങ്ങളിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PC ചാക്കോ നടത്തുന്ന അമിതമായ ഇടപെടലുകൾ ശശീന്ദ്രനെയും തോമസ് കെ തോമസിനെയും ഒരുപോലെ പ്രകോപിപ്പിച്ചിരുന്നു എന്നത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഇതിനെല്ലാം ഉപരിയായി LDF ഘടകകക്ഷി എന്ന നിലയിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ദേശീയ നേതൃത്വം വേണ്ടത്ര പരിഗണിക്കുന്നില്ലെന്ന പരാതിയും ഉയർന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലുണ്ടായ ED റെയ്ഡിനെതിരെ ദേശീയ നേതൃത്വം പരസ്യമായി ശക്തമായ നിലപാടെടുക്കാൻ വിമുഖത കാണിച്ചത് LDF മുന്നണിയിലെ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ NCP കേരള ഘടകത്തിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് നൽകിയത്. ഇത്തരത്തിൽ ദേശീയ തലത്തിലെ രാഷ്ട്രീയ നിലപാടുകളും സംസ്ഥാന തലത്തിലെ ഇടപെടലുകളും മൂലം രൂപപ്പെട്ട അതൃപ്തിയാണ് ഒടുവിൽ പാർട്ടിയുടെ ഔദ്യോഗിക പിളർപ്പിലേക്കും പുതിയൊരു പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിലേക്കും കാര്യങ്ങളെ എത്തിച്ചത്. മെയ് 27-ന് കേന്ദ്ര നേതൃത്വം പെട്ടെന്നെടുത്ത തീരുമാനമാണ് പിളർപ്പിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. സംസ്ഥാന പ്രസിഡന്റായിരുന്ന തോമസ് കെ തോമസിനെ സ്ഥാനത്ത് നിന്ന് നീക്കി PM സുരേഷ് ബാബുവിനെ നിയമിച്ച തീരുമാനം ശശീന്ദ്രൻ പക്ഷത്തിന് ഉൾക്കൊള്ളാനായില്ല. തോമസിനെ ദേശീയ സെക്രട്ടറിയായി പ്രൊമോട്ട് ചെയ്ത് ഒതുക്കാനുള്ള നീക്കമായിട്ടാണ് ഇതിനെ അവർ കണ്ടത്. തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് NCP സംസ്ഥാന പ്രസിഡന്റ് PM സുരേഷ് ബാബു അതീവ ഗൗരവത്തോടെയും ശക്തമായ ഭാഷയിലുമാണ് മറുപടി നൽകിയത്. സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രം പാർട്ടി പിളർത്തുന്നവരാണ് ശശീന്ദ്രൻ പക്ഷമെന്ന് അദ്ദേഹം തുറന്നടിച്ചു. വെറും രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് ഇവർ പാർട്ടി പിളർത്താൻ വേണ്ടി NDA ബന്ധം എന്ന ആരോപണം ഉന്നയിക്കുന്നതെന്നും ശരത് പവാറിന്റെ മതേതര നിലപാടുകളെക്കുറിച്ചും ആദർശങ്ങളെക്കുറിച്ചും CPMന് കൃത്യമായ ബോധ്യമുണ്ടെന്നും സുരേഷ് ബാബു ഓർമ്മിപ്പിച്ചു. എലത്തൂരിലും കുട്ടനാട്ടിലും മുൻപ് ശശീന്ദ്രനും തോമസ് കെ തോമസും മത്സരിച്ചപ്പോൾ ഇല്ലാത്ത NDA ബന്ധത്തിന്റെ ആരോപണം ഇപ്പോൾ ഉയർത്തുന്നത് മുന്നണിയെയും നേതൃത്വത്തെയും വഞ്ചിക്കുന്നത് തുല്യമാണെന്നും മുന്നണി മര്യാദകൾ കാത്തുസൂക്ഷിക്കാൻ CPM സംസ്ഥാന നേതൃത്വം നൽകിയ പിന്തുണയെ ഇവർ ദുരുപയോഗം ചെയ്യുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പാർട്ടിയെ പിളർത്താൻ ശ്രമിക്കുന്നത് തികച്ചും അവസരവാദപരമായ രാഷ്ട്രീയ നീക്കമാണെന്നും ശരത് പവാറിനോടും പാർട്ടി നേതൃത്വത്തോടും കാണിക്കുന്ന കടുത്ത വഞ്ചനയാണിതെന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു. പുതുതായി രൂപീകരിച്ച NCP LDFിൽ തന്നെ തുടരുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു ദേശീയ പാർട്ടിയിൽ നിന്നും പുറത്തുവന്ന് ചെറിയൊരു സംസ്ഥാന പാർട്ടിയായി മാറുന്നത് LDFന് ബാധ്യതയാകുമോ എന്ന ആശങ്ക CPMനുണ്ട്. LDF ഇവരെ സ്വീകരിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്നാണ് സുരേഷ് ബാബുവിന്റെ പക്ഷം. ജൂൺ 20-ന് കൊച്ചിയിൽ നടക്കുന്ന ജനറൽ ബോഡി മീറ്റിംഗിൽ പുതിയ പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടക്കും. NCP എന്ന പുതിയ ലേബലിൽ LDFിൽ തുടരാൻ ഇവർക്ക് കഴിയുമോ അതോ സ്വന്തം നിലയ്ക്ക് രാഷ്ട്രീയ പ്രസക്തി വീണ്ടെടുക്കാൻ ഇവർക്ക് സാധിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഒരു കാലത്ത് കരുത്തുറ്റ സംഘടനാ സംവിധാനം ഉണ്ടായിരുന്ന പാർട്ടി ഇന്ന് ഗ്രൂപ്പിസത്തിൽ തകർന്നു നിൽക്കുകയാണ്. ഈ പിളർപ്പ് NCPയുടെ മാത്രമല്ല LDFന്റെയും മുന്നോട്ടുള്ള യാത്രയിൽ നിർണായകമായേക്കാം. NCPയുടെ ഈ പിളർപ്പ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയിൽ വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിലെ രാഷ്ട്രീയ നിലപാടുകളും സംസ്ഥാന ഘടകത്തിന്റെ താല്പര്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് പാർട്ടിയുടെ അടിത്തറ ഇളക്കിയത്. പുതിയ പാർട്ടി പ്രഖ്യാപനത്തോടെ LDF ഘടകകക്ഷി എന്ന നിലയിൽ ഇവർക്ക് മുന്നണിയിൽ തുടർന്നും ഇടം ലഭിക്കുമോ എന്നതും അതല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയായി ഇവർക്ക് നിലനിൽക്കാനാകുമോ എന്നതും വലിയ ചോദ്യചിഹ്നമാണ്. ഗ്രൂപ്പിസവും വ്യക്തിപരമായ താല്പര്യങ്ങളും കാരണം ശിഥിലമായ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ജനങ്ങളുടെ ഇടയിൽ തങ്ങളുടെ വിശ്വാസ്യത വീണ്ടെടുക്കുക എന്നത് പുതിയ വിഭാഗത്തിന് വലിയ വെല്ലുവിളിയായിരിക്കും. NCP എന്ന പേരിൽ നടന്നുവന്ന രാഷ്ട്രീയ കളി അവസാനിക്കുമ്പോൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും മുന്നണി രാഷ്ട്രീയത്തിലും ഈ പിളർപ്പ് എന്ത് പ്രതിഫലനം ഉണ്ടാക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു.